ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷേഖാദി ഹോം ഷെഫ്. എല്ലാവർക്കും ഷേഖാദി ഹോം ഷെഫിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ലൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഈ രീതിയിലൊരു മട്ടൻ കറി ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടാണ് വയ്ക്കുന്നത്. പക്ഷേ ഞാൻ ഇതുവരെയും തേങ്ങ വറുത്തരച്ചതിന് മുമ്പ് ഇതുപോലെ വീഡിയോ ചെയ്തിട്ടിട്ടില്ല. അല്ലാതെ ഒരുപാട് മട്ടൻ കറിയുടെ റെസിപ്പി ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് വളരെ രുചികരവും വ്യത്യസ്തമായ രീതിയിലായതുകൊണ്ടാണ് ഞാനിതെല്ലാവരും കൂടി കാണട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മട്ടൻ കറി വയ്ക്കാനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു അര സ്പൂൺ ഉലുവയും പട്ട, പെരുംജീരകം, ഗ്രാമ്പു, കറിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 1/4 സ്പൂൺ രണ്ടും കൂടി വേണം. ഒരുപാട് കുഴമ്പ് പോലെ ചതയ്ക്കാൻ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി മാത്രമായിട്ടാണ് മട്ടൻ കറി വയ്ക്കുന്നത്. മട്ടൻ കറി ഞാൻ വെക്കുന്നത് എപ്പോഴും ചെറിയ ഉള്ളി മാത്രം ഇട്ടതാണ്. ഇത് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ടത്. ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടത്. പെട്ടെന്ന് നന്നായിട്ട് നമ്മളെ കറി നന്നായിട്ട് കുറുകി വരികയും നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു 2 തക്കാളി, നല്ല പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് അതും കട്ട് ചെയ്ത് അതിനൊപ്പം തന്നെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് ഇതൊന്ന് സോഫ്റ്റ് ആവണം. 5 മിനിറ്റ് അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കണം. നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇനി അതിൻ്റെ മൂടി തുറന്നിട്ട് ഞാൻ അടുത്ത് നമ്മുടെ മട്ടൻ, അതായത് ഒരു 2 കിലോ മട്ടനാണിത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് ഉരച്ച് നന്നായിട്ട് കഴുകി വെച്ച നല്ല മട്ടനാണ്. നല്ല പിഞ്ച് മട്ടനാണ്. അത് ഞാൻ കുക്കറിലല്ല വേവിക്കുന്നത്. കുക്കറിൽ വെച്ചാൽ അത് പെട്ടെന്ന് വേവുകയും അതിൻ്റെ ടേസ്റ്റിന് നമ്മളിങ്ങനെ അടുപ്പിൽ കുറച്ച് നേരം ഇട്ട് വേവിക്കുന്ന അതേ സെയിം ആ ടേസ്റ്റ് നമ്മൾ കുക്കറിലുണ്ടാക്കിയാൽ വരില്ല. കുക്കറിൽ ടേസ്റ്റ് ഉണ്ടാവുമെങ്കിലും ഇത്രയും ടേസ്റ്റ് വരില്ല. മഞ്ഞൾപ്പൊടി, അത് മട്ടൻ ഇട്ടതിന് ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, അതിനാവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം മല്ലിയില, കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് അടുപ്പിൽ വെച്ചിട്ട് മൂടി വെച്ചൊരു അരമണിക്കൂർ, മറ്റ് മസാലയൊന്നും ഇടാതെ ഒരു അരമണിക്കൂർ ഇതൊന്ന് ഈ അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിക്കണം. അരമണിക്കൂർ മീഡിയം ടു ലോ ഫ്ലെയിം, അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വയ്ക്കണം. ഫുള്ള് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വെന്ത് വരുന്ന സെയിം ടൈമിൽ തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് പാൻ ചൂടാതിന് ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം, പട്ട അതെല്ലാം ഒന്ന് വറുത്തെടുക്കണം നന്നായിട്ട്. അതായത് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ, നല്ല മല്ലിയൊക്കെ നല്ല രീതിയിൽ പൊട്ടി വരുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ നമ്മൾ നല്ല ചെറുതായി ചിരകിയ തേങ്ങയാണ് വറുത്തെടുക്കുമ്പോൾ 2 സ്പൂൺ ചെറുതായി ചിരകിയ 2 സ്പൂൺ തേങ്ങ മാത്രം മതി. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഈ തേങ്ങ ചേർത്ത് വറുത്ത് കറി വയ്ക്കുമ്പോൾ. അടിപൊളി ടേസ്റ്റാണ്. അത് അത്രയ്ക്കും രുചിയായതുകൊണ്ടാണ് ഇത്രയും ഞാൻ എടുത്ത് പറയുന്നത്. അതിങ്ങനെ കഴിച്ചവർ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഈ കറി. നമ്മൾ മല്ലിമുളക് മാത്രം വറുത്തരച്ചും അല്ലാതെ വറുക്കാതെയും മസാലയെല്ലാം നമ്മൾ സെയിം കുക്കറിൽ നമ്മൾ അല്ലെങ്കിൽ മട്ടനിലേക്ക് തന്നെ ഇട്ട് വേവിച്ചാലും ടേസ്റ്റ് ഉണ്ട്. എന്നാലും നമ്മൾ ഈ രീതിയിൽ കറി വയ്ക്കുമ്പോൾ ഒരു പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതുപോലെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ടില്ലാത്തവർ ഇനി ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അത്രയ്ക്കും
ഇത് ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് എല്ലാവരോടും ഞാൻ ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണിലേക്ക് ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി ആ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടിട്ടൊന്ന് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഇതിപ്പോൾ അത്രയും നല്ല ഒരു രുചികരമായ ഒരു കറിയാണ്. ഇതുപോലെ വറുത്തരച്ചിട്ട് ഇതിന് ഇനി നന്നായിട്ട് മൂത്തെടുക്കണം. ഇത് നമ്മൾ ചെറുതായിട്ടല്ല, തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറാവണം. ആ രീതിയിൽ വറുത്തിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മട്ടനിൽ അല്പം പോലും വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു. വെള്ളം ഒഴിക്കാതെ തന്നെയാണ് ഒരു അരമണിക്കൂറോളം അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഏകദേശം ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നല്ല തിളച്ച ഒരു 2 ഗ്ലാസ് വെള്ളം, അതായത് ഇനി മട്ടൻ വേവാൻ ആവശ്യമുള്ള നമുക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ചുള്ള വെള്ളം, ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. 2 ഗ്ലാസ് തിളച്ച വെള്ളം. മട്ടൻ ആവുന്നതുകൊണ്ട് വേവ് കുറച്ച് കൂടുതലാണല്ലോ, നമുക്ക് എത്രത്തോളം വേവുന്നു അത്രയും നല്ലതാണ്. അപ്പം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, എന്നാൽ വെന്ത് വരട്ടെ. ആ സമയത്ത് മൂടി വെച്ച് അതൊന്ന് വേവിക്കണം. ആ സമയത്ത് നമുക്ക് വറുത്ത് വെച്ച നമ്മുടെ മല്ലി, മുളക്, തേങ്ങ ആ ഒരു മിശ്രിതം നമുക്കത് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിന് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് നേർമയോടുകൂടി അടിച്ചെടുക്കാം. ആവശ്യമുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് മല്ലിയിലയും കൂടി ഇടാം. ഇപ്പം നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത ആ മിശ്രിതം നമുക്ക് ഈ മട്ടൻ്റെ ഈ കൂട്ടിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അടിപൊളിയാണ്, കാണാനും നല്ല കളറും. ഞാൻ ഈ മുളകിൽ തന്നെ കുറച്ച് കാശ്മീരി മുളകും സാധാ എരിവുള്ള മുളകൂടെ മിക്സ് ചെയ്താണ് വറുത്തെടുത്തത്. അപ്പോൾ അതിൻ്റേതായ കളറും ഒരു കാണാനും ഭംഗിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റും. ഇതുപോലെ അല്പം തേങ്ങ അരച്ച് ഇതേപോലെ തന്നെ കുക്ക് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. മസാലയെല്ലാം ആവശ്യത്തിന് ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് മസാല ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യത്തിന് അല്പം കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അല്പം ആ ഉപ്പെല്ലാം കറക്റ്റ് ചെയ്ത് ഇപ്പോൾ കറിയെല്ലാം അടിപൊളി തിക്ക് ഗ്രേവി ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.